ഇത് നിങ്ങളെ വീട്ടിൽ കൊണ്ടുവരുന്ന ഒരു നിറകുറ്റിക്ക് വെയിറ്റ് എത്രയാണ്? നിങ്ങൾ അവിടെ കൊണ്ടുവരുന്ന നിങ്ങളെ വീട്ടിൽ കൊണ്ടുവരുന്ന കുറ്റിയിൽ 14.2 കിലോ എന്താണ് ഗ്യാസ് അതിൻ്റെ അകത്ത് കാണും. ആ ലിക്വിഡ് ഫോമിൽ LPG ഗ്യാസ് അതിൻ്റെ അകത്ത് കാണും. ഓക്കെ, അതിനോടൊപ്പം ഈ സിലിണ്ടറിന്റെ വെയിറ്റ് കേട്ടോ, സിലിണ്ടറിന്റെ വെയിറ്റ് എത്രയാണ്? 15.9. ഇത് രണ്ടും കൂടെ കൂട്ടി 30.1 കിലോ ആണ് ഈ സിലിണ്ടർ നിങ്ങളെ വീട്ടിൽ വരാൻ നേരത്ത് ഉണ്ടാവുന്നത്. അതായത് ഈ സിലിണ്ടർ ചിലപ്പോൾ സിലിണ്ടറിന്റെ വെയിറ്റ് ഒക്കെ മാറിയിട്ടുണ്ടാവും, അത് ഇവിടെ എഴുതിയിട്ടുണ്ടാവും കേട്ടോ. അത് രണ്ടും കൂടെ കൂട്ടി നിങ്ങളുടെ സ്റ്റെപ്പിന്റെ അവിടെ വരാൻ നേരത്ത് നിങ്ങളിത് തൂക്കി നോക്കിയിട്ട് വേണം അകത്ത് കയറ്റാൻ. നിങ്ങൾ തൂക്കി നോക്കുന്നുണ്ടോ? ഇല്ല. അപ്പൊ അവരെ പറ്റിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെ അറിയാൻ പറ്റും? അതിൽ നിന്ന് 1-2 കിലോ അതിൽ നിന്ന് മാറ്റി കഴിഞ്ഞാൽ എങ്ങനെ അറിയാൻ പറ്റും? അറിയാൻ പറ്റൂല. അത് തൂക്കി നോക്കണം. അവർ തൂക്കാനുള്ള ഒരു ത്രാസുമായിട്ടാണ് അവിടെ വരാനുള്ളത്. അത് നിയമത്തിലുള്ളതാണ്. തൂക്കി കാണിക്കണമെന്നുണ്ട്. അവർ വേയിങ് മെഷീനുമായിട്ടാണ് വരാനുള്ളത്. അതിനോടൊപ്പം തന്നെ ഇതിൽ സീല് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കണം. സീല് ഇളവിയതാണെങ്കിൽ എടുക്കാൻ പാടില്ല കേട്ടോ. സീല് ചെയ്തിട്ടുണ്ടോ എന്ന് അത് നോക്കണം. അതേപോലെ തന്നെ ഈ ആളുണ്ടല്ലോ, ആള് വരാൻ നേരത്ത് അയാളുടെ അടുത്ത് പറയണം അകത്ത് കൊണ്ടുപോയി, ആ ഏജന്റിന്റെ അടുത്ത് പറയണം അകത്ത് കൊണ്ടുപോയി അതിന് എന്ത് ചെയ്യണമെന്ന് പറയുമ്പോൾ കണക്ട് ചെയ്ത് ലീക്ക് ഉണ്ടോ എന്ന് നോക്കണം. എന്നിട്ടാണ് ആളിനെ വിടാനുള്ളത്. ഇത്രയും ചെയ്യുന്നുണ്ടോ? ഇല്ല. എല്ലാ ഗ്യാസ് കമ്പനിയും ഇതേപോലെ അവയർനെസ് വെച്ചിട്ടുണ്ട്. നിങ്ങളത് ചെയ്യാനുള്ളതാണ്. അങ്ങനെയൊക്കെയാണ് നമ്മുടെ വീട്ടിലുള്ള അപകടങ്ങൾ ഒഴിവാക്കാൻ പറ്റുന്നത്. ഇതിനോടൊപ്പം കണ്ടോ, ഇവിടെ കണ്ടായിരുന്നോ ഒരു B29 എന്ന് പറഞ്ഞൊരു സംഭവം കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ഇതേപോലെ എല്ലാ സിലിണ്ടറിലും കാണും. അതെന്താണെന്ന് അറിയാമോ? അതായത് എക്സ്പയറിംഗ് ഡേറ്റ് ആണ്. അതായത് ഈ സിലിണ്ടറിന്റെ എക്സ്പയറിംഗ് ഡേറ്റ് ആണ്. 2029 ഈ സിലിണ്ടർ എക്സ്പയർ ആവും. നിങ്ങളെ വീട്ടിൽ ഇരിക്കുന്ന സിലിണ്ടറിന്റെ എക്സ്പയറിംഗ് ഡേറ്റ് അറിയാമോ? ഇതിപ്പം A25 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർച്ച് മാസം 2025 ഇതിന്റെ ഈ സിലിണ്ടറിന്റെ കാലാവധി തീർന്നു. അത് കഴിഞ്ഞ് നിങ്ങളെ വീട്ടിൽ ഇരിക്കുന്ന ഈ സാധനം എന്ന് പറഞ്ഞാൽ എപ്പോഴും വേണോ പൊട്ടിത്തെറിക്കാൻ ഇത് B29 എന്ന് പറഞ്ഞാൽ ഓരോ ക്വാർട്ടറായിട്ട് തിരിച്ചിട്ടുണ്ട്. അതായത് A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനുവരി, ഫെബ്രുവരി, മാർച്ച്. B എന്ന് പറയാൻ നേരത്ത് ഏപ്രിൽ, മെയ്, ജൂൺ. അത് കഴിഞ്ഞ് ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, നവംബർ, ഡിസംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, അങ്ങനെ 4 തിരിച്ചിട്ടുണ്ട്. അപ്പൊ അതാണ് ഇതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ഓക്കെ, A25 ആണ് നിങ്ങളെ വീട്ടിൽ ഇരിക്കുന്ന കുറ്റിയെങ്കിൽ നിങ്ങളെ വീട്ടിന്റെ അകത്ത് നിങ്ങൾ തന്നെ കൊണ്ടുവച്ചേക്കുന്ന ഒരു ബോംബാണ് ആ സംഭവം കേട്ടോ. കാരണം ആ സിലിണ്ടറിന് എപ്പോഴാണ് പൊട്ടിത്തെറിക്കണമെന്ന് പറയാൻ പറ്റത്തില്ല. ആ സിലിണ്ടറിന്റെ കാലാവധി കഴിഞ്ഞിരിക്കുന്ന സിലിണ്ടറാണ്. നോക്കാറുണ്ടോ? ഇല്ല. ഓക്കെ, അപ്പൊ ബോംബാണ് വീട്ടിലിരിക്കുന്നത്. പോയി നോക്കണം കേട്ടോ. കാരണം ഇതൊക്കെയാണ് അതിന്റെ കറക്റ്റ് അവയർനെസ് ഇത് ചെയ്യാനുള്ളതെന്ന് പറയുന്നത്. അത്രയ്ക്ക് ഡേഞ്ചർ സാധനമാണ്. അങ്ങനെ ഒരു സംഭവം നമ്മൾ അവിടെ ഉണ്ടായി. നിങ്ങളൊരു ഗ്യാസ് ഏജൻസി വിളിച്ച് ചോദിച്ചു നോക്കിയാണ് നിങ്ങളെ വീട്ടിൽ A20 വീട്ടിൽ പോയി ഇന്ന് നോക്കണം കേട്ടോ. A25 എന്ന് പറഞ്ഞ ഒരു ഗ്യാസ് സിലിണ്ടർ ഇരിക്കുകയാണ്. സിലിണ്ടറിന്റെ കാലാവധി തീർന്നു പോയെന്ന് നിങ്ങൾ വിളിച്ചു നോക്കിയാണ്. ഗ്യാസ് ഏജൻസിക്കാരന്മാർ ആരും അറിയാതെ വന്ന് എടുത്തുകൊണ്ട് പോകും. നിങ്ങൾക്കൊരു നിറ കുറ്റി വന്ന് കൊണ്ടു തന്നിട്ട്. കാരണം എന്താണെന്നറിയാമോ? അത് ഏറ്റവും ഡേഞ്ചർ. നിങ്ങൾ പകുതി കുറ്റിയായിരുന്നാലും അവർ കൊണ്ടുവന്ന് വെച്ചിട്ട് തിരിച്ച് നിറ കുറ്റി തന്നിട്ട് ആ കുറ്റി എടുത്തുകൊണ്ട് പോകും. കാര്യം എന്താ, അവർക്കറിയാം അവർ ചെയ്തത് തെറ്റാണ്. അത് നിങ്ങളെ വീട്ടിലൊരു ബോംബാണ് അവർ കൊണ്ട് വെച്ചേക്കണമെന്ന് അവർക്കറിയാം. അവർ ലൈസൻസ് വരെ കട്ടായി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പൊ എല്ലാവരും പോയി ആ വീട്ടിൽ അത് ചെക്ക് ചെയ്യണം. ഇനി തീപിടുത്തം ഉണ്ടായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? തീപിടുത്തം ഉണ്ടായി ഇവിടുത്തെ ട്യൂബെല്ലാം കത്തിപ്പോയി. ഈ സിലിണ്ടർ ഇവിടെയൊക്കെ നല്ല ചൂടുണ്ട്. അപ്പൊ നമുക്ക് എന്താണ് പോയി ഇത് ഓഫ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ്. ആദ്യം തീ അണയ്ക്കണം കേട്ടോ. ചേച്ചി പറഞ്ഞ കറക്റ്റ് തന്നെയാണ്. വെളിയിലെടുത്ത് എറിയൊന്നും ചെയ്യണ്ട കേട്ടോ. ആദ്യം നമ്മൾ എന്താണ് ഫയർ അണയ്ക്കാനായിട്ടുള്ള ശ്രമം നോക്കണം. ആ ഫയർ അണയ്ക്കാൻ വേണ്ടി 1-2 മാർഗ്ഗങ്ങൾ പറഞ്ഞുതരാം. ഒന്നാമത്തെ മാർഗ്ഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ചാക്ക് നനച്ചതിന് ശേഷം കൊണ്ടുവന്ന് എന്ത് ചെയ്യുക, മൂടി അണയ്ക്കുക. രണ്ടാമത്തെ മാർഗ്ഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇതേപോലത്തെ പ്ലാസ്റ്റിക് ബക്കറ്റ്, കട്ടിയുള്ള പ്ലാസ്റ്റിക് ബക്കറ്റ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നല്ല ഫോഴ്സിൽ അടയ്ക്കുക. ഈ 2 മാർഗ്ഗത്തോടുകൂടി നമുക്ക് അണയ്ക്കാനായിട്ട് പറ്റും. അത് 2 മാർഗ്ഗം എങ്ങനെയാണ് നമുക്കിപ്പം കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, ഇതെങ്ങനെ കത്തിക്കൊണ്ടിരിക്കുക. നമ്മൾ എന്ത് ചെയ്യുന്നറിയാമോ, തീയുടെ പിന്നിലൂടെ വന്നിട്ട് എന്ത് ചെയ്യണം, ബാക്ക് കണ്ടോ. ഓക്കെ, അങ്ങനെ ചെയ്തതിന് ശേഷം അപ്പൊ തീ അണയും കേട്ടോ. തീ അണഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, റെഗുലേറ്റർ ഓഫ് ചെയ്യുക. അത് ചൂടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ ആ തുണി കൊണ്ട് തന്നെ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് പിടിച്ചു കഴിഞ്ഞ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ ഓഫ് ചെയ്യാൻ പറ്റും. ഓക്കെ ആണല്ലോ, ഈസി ആയിട്ട് ഒരു 2 സെക്കൻഡ് പോലും വേണ്ട നമുക്ക് തീ അണയ്ക്കാൻ വേണ്ടി. ഓക്കെ, ഇനി അടുത്ത ഒരു മാർഗം കൂടെ നോക്കാം കേട്ടോ. ബക്കറ്റ് കൊണ്ട് എങ്ങനെയാണ് അണക്കണേന്ന് നോക്കാം. ഓക്കെ, നോക്കിക്കോ, ബാക്കിലൂടെ പോയി കണ്ടോ. ഓക്കെ, റെഗുലേറ്റർ ഓഫ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ, സിമ്പിൾ ആയിട്ട് അണയ്ക്കാൻ പറ്റും. ഇനി ഒരു ഡൗട്ട്, ഈ സിലിണ്ടർ പൊട്ടിത്തെറിക്കോ? പൊട്ടിത്തെറിക്കും. എങ്ങനെയാണ് പൊട്ടിത്തെറിക്കണേന്ന് അറിയാമോ? ഒരു കാരണവശാലും തീ അകത്തോട്ട് പോയി പൊട്ടിത്തെറിക്കത്തില്ല. പടക്കം പൊട്ടണ പോലെയല്ല ഇത് പൊട്ടിത്തെറിക്കുന്നത്. പിന്നെ ഇതെങ്ങനെയാണ് പൊട്ടിത്തെറിക്കണേന്ന് അറിയാമോ? തീ വന്ന് നമ്മളെ ചുറ്റുമുള്ള സാധനങ്ങൾ എന്ത് ചെയ്യും, കത്തും. അപ്പൊ അതിൽ നിന്ന് ചൂടുണ്ടാവുമല്ലോ, ആ ചൂട് ഈ മെറ്റലിൽ വന്ന് അടിക്കും. മെറ്റലിൽ അടിക്കാൻ നേരത്തെ എന്ത് ചെയ്യും, അകത്തുള്ള ലിക്വിഡ് എന്ത് ചെയ്യും, എക്സ്പാൻഡ് ആവും. അത് തിളയ്ക്കാൻ തുടങ്ങും. തിളച്ചെന്ത് ചെയ്യും, തിളച്ച് നിറഞ്ഞ് വരാൻ നേരത്തെ എന്ത് പറ്റും, അതിന്റെ അകത്ത് നിൽക്കാനുള്ള സ്ഥലം കിട്ടത്തില്ല. അങ്ങനെയാണ് പൊട്ടിത്തെറിക്കുന്നത്. അപ്പൊ നമുക്ക് അത്രയും സമയം കിട്ടും.
ഓക്കെ, നമ്മൾ വീട്ടിൽ അരി തിളപ്പിക്കൂലേ, അരി തിളച്ചെന്ന് എങ്ങനെ അറിയാൻ പറ്റും? അടപ്പ് തെറിച്ചു പോകും. അതേപോലെ തന്നെയാണ്. ഓക്കെ, അപ്പോൾ തീ കത്തി ഉടനെ എടുത്ത് ചാടി ഓടരുത് കേട്ടോ. നമുക്ക് ഇത് അണയ്ക്കാനുള്ള സമയം കിട്ടും. പക്ഷേ ചുറ്റും തീ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, എത്രയും പെട്ടെന്ന് നമ്മളെ വിളിക്കുക. നമ്മളെ വിളിക്കാനുള്ള നമ്പർ എത്രയാണ്? ഫയർ സർവീസിനെ വിളിക്കാനുള്ള നമ്പർ എത്രയാണ്? 101 101 കേട്ടോ. 101 വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഉടനെ അവിടെ എത്തും. ഓക്കെ ആണല്ലോ. അപ്പൊ ഇനി ഗ്യാസ് ഫയർ ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അണയ്ക്കാൻ പറ്റും.